ഹായ് ഓൾ, അടുത്ത ടോപ്പിക്കാണ് എക്സാമിൻ ദി പ്രിയമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമേയം. അപ്പോൾ നമുക്ക് ഭരണഘടനയുടെ പ്രമേയം പരിശോധിക്കാം എന്നാണ് പറയുന്നത്. ദി മെയിൻ ഐഡിയാസ്, വാല്യൂസ് ആൻഡ് വ്യൂസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ റിഫ്ലക്റ്റഡ് ഇൻ ദി പ്രിയമ്പിൾ. അപ്പോൾ ഒരു പ്രമേയത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, പ്രതിഫലിക്കുന്നത്? ഒരു ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് എന്തിലുണ്ടാവുക? ഒരു പ്രമേയത്തിൽ ഉണ്ടാവുക. അപ്പം മെയിൻ ഐഡിയാസ്, വാല്യൂസ് ആൻഡ് വ്യൂസ്, പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് എന്തിലുണ്ടാവുക? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടനയിൽ ഉണ്ടാവുക. അടുത്തത്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഗൈഡ് ലൈൻ ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി ഐഡിയാസ് ദാറ്റ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ചെറിഷ്ഡ് ആൻഡ് ഡ്രീംഡ് ഓഫ് ഡ്യൂറിങ് ദി ഫ്രീഡം സ്ട്രഗിൾ. അപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടിരുന്നതുമായ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? നമ്മളുടെ ഭരണഘടന മാർഗനിർദ്ദേശങ്ങൾ. അപ്പം ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർഗനിർദ്ദേശങ്ങൾ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഗൈഡ് ലൈൻ. അപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാർഗനിർദ്ദേശമാണ് എന്നാണ് പറയുന്നത്. ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആശയങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾ ചെറിഷ്ഡ് ആൻഡ് ഡ്രീംഡ്, ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായിട്ടുള്ള ഐഡിയ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഭരണഘടന മാർഗനിർദ്ദേശങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് ദാറ്റ് ദി പവർ ഓഫ് ദി നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദി പീപ്പിൾ. എൻവിസേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാക്കുന്നു എന്നാണ്. അപ്പം ദി കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഭരണഘടന വ്യക്തമാക്കുന്നു ദാറ്റ് ദി പവർ ഓഫ് ദി നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദി പീപ്പിൾ. രാജ്യത്തിൻ്റെ അധികാരം ജനങ്ങളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഉത്ഭവിച്ചത് എന്ന് എന്ത് വ്യക്തമാക്കുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമാക്കുന്നു. അടുത്തത്, ദി നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്, ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഓൾസോ മെൻഷൻ ഇൻ ദി പ്രിയമ്പിൾ. അപ്പോൾ ഈ പ്രിയമ്പിളിൽ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്? രാജ്യത്തിൻ്റെ സ്വഭാവം, അതാണ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. അടുത്തത്, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, അതിനാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ദി ഡേറ്റ് ഓഫ് ദി അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന സ്വീകരിച്ച തീയതി എന്നിവ എന്തിൽ പറയുന്നുണ്ട്? ഭരണഘടനാ പ്രമേയത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഭരണഘടനാ പ്രമേയത്തിൽ പറയുന്നത്? രാജ്യത്തിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന സ്വീകരിച്ച തീയതി, ഇവയൊക്കെ എന്തിൽ പറയുന്നുണ്ട്? പ്രമേയത്തിൽ പറയുന്നുണ്ട്. അടുത്തത്, ലെറ്റ് us ഗെറ്റ് ഫെമിലിയർ വിത്ത് ദി ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് മെൻഷൻ ഇൻ ദി പ്രിയമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രമേയത്തിൽ പറയുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങളെ ഇനി നമുക്ക് പരിചയപ്പെടാം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേതാണ് എന്ത്? സോവറിനിറ്റി. സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം. അപ്പം സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ദി പവർ ഓഫ് ദി സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് ഓർ പ്രഷർ. പവർ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൻ്റെ ശക്തി, ഒരു സ്റ്റേറ്റിൻ്റെ ശക്തി ടു ടേക്ക് ഡിസിഷൻസ്, തീരുമാനം എടുക്കാനുള്ള ശക്തി, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ്, പുറത്ത് നിന്നുള്ള, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നുള്ള, ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഇടപെടലുകൾ ഇല്ലാതെ, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മർദ്ദങ്ങൾ ഇല്ലാതെ. അപ്പോൾ പുറത്ത് നിന്നുള്ള ഇടപെടലുകളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ രാജ്യം സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയെയാണ് എന്ത് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ആ ഒരു ശക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന്
എന്ന് പറയുന്നത്. ആ ഒരു തീരുമാനം എടുക്കുന്നതിൽ പുറത്തു നിന്നുള്ള ഒരു രാജ്യത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഇടപെടലുകളോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷുർഡ് ബൈ എൻഷുറിങ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ആൾ. എല്ലാവർക്കും സമാന നിലയും സമാന അവസരങ്ങളും നൽകി സാമൂഹിക നീതി ഉറപ്പാക്കലാണ് എന്ത്, സോഷ്യലിസം. അതായത് എല്ലാവർക്കും ഒരേപോലെ അവർക്കും ഒരേ നിലയും അതുപോലെ തന്നെ ഒരേ അവസരങ്ങളും നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലിസം. അപ്പോഴാണ് നീതി വരുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണണം, അവർക്ക് എല്ലാവർക്കും ഒരേ അവസരങ്ങളും കൊടുക്കണം. ആ ഒരു സമയത്താണ് രാജ്യത്ത് മൊത്തത്തിൽ നീതി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് പേർക്ക് ഒരു കാര്യങ്ങൾ ഫേവർ ചെയ്ത് കൊടുക്കുക, കുറച്ച് ആൾക്കാർക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ നീതി എന്ന് പറയാൻ പറ്റില്ല, അതിന് സോഷ്യലിസം എന്ന് പറയാൻ പറ്റില്ല. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും ഒരുപോലെ സമാനമായിട്ടുള്ള നിലയും അതുപോലെ തന്നെ അവസരങ്ങളും നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ ജസ്റ്റിസ് ഈസ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, സാമൂഹിക നീതി ഈസ് എൻഷേർഡ് ബൈ, ഉറപ്പാക്കുക എന്നത് എങ്ങനെയാണ് ഉറപ്പാക്കുന്നത് എന്നാണ്. എൻഷേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറപ്പാക്കുന്നത് ബൈ എൻഷുറിങ് ഈക്വൽ സ്റ്റാറ്റസ്, എന്തൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ്, എല്ലാവർക്കും സമാന നിലയും, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, നിലയും, ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സമാന എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങളും നൽകുന്നതിലൂടെയാണ് എന്തുറപ്പ് വരുത്തുന്നത്, സോഷ്യലിസം ഉറപ്പുവരുത്തുന്നത്. അടുത്തത് സെക്യുലാരിസം. സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ എന്താണ്, മതനിരപേക്ഷത എന്നാണ് എന്തിൻ്റെ മീനിങ്, സെക്യുലാരിസം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതം ഇല്ല, ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും എന്തുണ്ട്, അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്. അതായത് ഈ രാജ്യത്ത് ഈ മതേ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളുണ്ട്. ആ മതത്തെ അവർക്ക് എന്ത് ചെയ്യുക, അവർ വിശ്വസിക്കുക, അവർക്ക് ആ മതത്തിലുള്ള ആചാരങ്ങൾ ചെയ്യുക, ആ മതം വേണമെങ്കിൽ അവർക്ക് പ്രചരിപ്പിക്കുക. പക്ഷെ ആരെയും അതിലേക്ക് ഫോഴ്സ് ചെയ്തിട്ട് വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ പിന്നെ ആ മതം ആചരിക്കാനോ പറയാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മതത്തിൽ വിശ്വസിക്കുക, മതം പ്രചരിപ്പിക്കുക, അതിനൊക്കെ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഒരു മതത്തിനും എന്തില്ല, വിവേചനം പാടില്ല. അതായത് ഈ മതം നല്ലതാണ് അല്ലെങ്കിൽ ഈ മതത്തിലുള്ള ആൾക്കാർ നല്ലതാണെന്ന് പറയാൻ പാടില്ല, വിവേചനം പാടില്ല. മറ്റു മതങ്ങൾ മോശമാണെന്ന് പറയാൻ പാടില്ല, എല്ലാ മതത്തിനും തുല്യത വേണം എന്നാണ് പറയുന്നത്. അപ്പം ദി സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യത്തിന് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക മതം ഇല്ല എന്നാണ് പറയുന്നത്. ദി സ്റ്റേറ്റ് ഹാസ് നോ, ഇല്ല, രാജ്യത്തിന് ഇല്ല ഒഫീഷ്യൽ റിലീജിയൻ, ഒരു ഔദ്യോഗിക മതം ഇല്ല. ഇൻഡിവിജ്വൽസ് ഹാവ് ദി റൈറ്റ് ടു പ്രൊഫസ്, അതെന്താ പറയുന്നത്, ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രാക്ടീസ് ആചരിക്കാനും, പ്രൊഫസ് എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വസിക്കുക, പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആചരിക്കുക, ആൻഡ് പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കാനും എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഹാവ് ദി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. ടു പ്രൊഫേഴ്സ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും, പ്രാക്ടീസ് ആചരിക്കാനും, ആൻഡ് പ്രൊപ്പഗേറ്റ് പ്രചരിപ്പിക്കാനും എന്തുണ്ട്, ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ദി സ്റ്റേറ്റ് വിൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് എനി റീജിയൻ, രാജ്യം ഒരു മതത്തെയും വിവേചനം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിവേചനം എന്നാണ്. വിൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ വിവേചനം ചെയ്യില്ല. എഗെയിൻസ്റ്റ് എനി റിലീജിയൻ, ഒരു മതത്തിന് എതിരായിട്ടും വിവേചനം ചെയ്യില്ല എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്നാണ്. ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ ഗവേൺ ദി സ്റ്റേറ്റ്, ത്രൂ ദീസ് ദി പീപ്പിൾ ബിക്കം ദി സോവറിൻ. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ആര്, രാജ്യം ഭരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇലക്ഷൻ്റെ സമയത്ത് പോയി വോട്ട് ചെയ്തിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളല്ലേ നമ്മളുടെ രാജ്യം ഭരിക്കുന്നത്, അതെ അല്ലേ? അതെ, ഇതിലൂടെ ജനങ്ങളാണ് എന്താവുന്നത്, പരമാധികാരികളാകുന്നത്.
എന്നാണ് പറയുന്നത്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് രാജ്യം ഭരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് ഭരിക്കുകയല്ല ചെയ്യുന്നത്. ആ ഭരിക്കുന്ന ആൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഇലക്റ്റഡ് ബൈ പീപ്പിൾ ഗവേൺ ദി സ്റ്റേറ്റ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് രാജ്യം ഭരിക്കുന്നത്. ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ, ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഇലക്റ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ബൈ ദി പീപ്പിൾ, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഗവേൺ ദി സ്റ്റേറ്റ്, ഇങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഉള്ള ആൾക്കാരാണ് എന്ത് ഭരിക്കുന്നത്? നമ്മളുടെ രാജ്യം ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗവേൺ ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നത്. ത്രൂ ദീസ്, ഇതിലൂടെ, ദി പീപ്പിൾ ബിക്കം ദി സോവറിൻ, ജനങ്ങളിലാണ് എന്ത്? ജനങ്ങളാണ് എന്ത്? പരമാധികാരികൾ എന്നാണ് പറയുന്നത്. ജനങ്ങൾക്കാണ് അധികാരം എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് ഭരിക്കുന്നത്. അടുത്തതാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻസ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാipulates that the president of the India, the head of the state, should be an elected person. അപ്പോൾ രാജ്യത്തിൻ്റെ തലവൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? തിരഞ്ഞെടുപ്പിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത്, അല്ലേ? അപ്പം റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിൻ്റെ തലവന് തിരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കപ്പെടുന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണം എന്ന് ഭരണഘടന പറയുന്നു. അപ്പം ഒരു രാജ്യത്തിൻ്റെ തലവൻ, രാഷ്ട്രപതി, എങ്ങനെയാണ് രാഷ്ട്രപതി ആവുന്നത്? തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രപതി ആവുന്നത്, അല്ലേ? അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപതി എങ്ങനെയാണ് രാഷ്ട്രപതി ആയത്? അദ്ദേഹത്തെയും എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് രാഷ്ട്രപതി ആയിട്ട്. അപ്പം രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ തലവൻ ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രപതി എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഭരണഘടന, സ്റ്റാipulates ദാറ്റ്, നമ്മളെ ഭരണഘടന എന്ത് പറയുന്നു? ദാറ്റ് ദി പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി, ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ തലവൻ, ഷുഡ് ബി ആൻ ഇലക്റ്റഡ് പേഴ്സൺ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആവണം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാന ആശയങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. സോവറിറ്റി, സോഷ്യലിസം, സെക്യുലാരിസം, ഡെമോക്രസി, റിപ്പബ്ലിക്. ഇതൊക്കെയാണ് എന്തിൻ്റെ ആശയങ്ങൾ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. The preamble also discusses the rights guaranteed to citizens by the state such as justice, freedom and equality. അപ്പം ഈ ഒരു പ്രീംബിൾ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? ആ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കുന്ന അവകാശത്തെക്കുറിച്ചിട്ട്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന നീതിയെക്കുറിച്ചിട്ട്, പിന്നെ അവർക്ക് കൊടുക്കുന്ന പ്രമേയത്തെക്കുറിച്ചിട്ട്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും സമത്വത്തെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. എന്തിലെ? ഈ പ്രീംബിളിൽ. മോറോവർ ദി പ്രീംബിൾ aims at the dignity of the individual and the fraternity that ensure the unity and the integrity of the nation. കൂടാതെ എന്തും പറയുന്നുണ്ട്? പ്രീംബിളിൽ എന്തും പറയുന്നുണ്ട്? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ, ഓരോ വ്യക്തിയുടെയും മാന്യതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദി ഫ്രട്ടേണിറ്റി ദാറ്റ് എൻഷുർ ദി യൂണിറ്റി ആൻഡ് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, അതായത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന സാഹോദര്യത്വവും പ്രമേയം ലക്ഷ്യമാക്കുന്നു. അപ്പോൾ ഇതിലെന്തിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്? ഫ്രട്ടേണിറ്റീനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദാറ്റ് എൻഷുർ ദി, അത് ഉറപ്പ് വരുത്തുന്നു, ദി യൂണിറ്റി ആൻഡ് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന സാഹോദര്യത്തെ കുറിച്ചിട്ടും എന്തിൽ പറയുന്നുണ്ട്? പ്രീംബിളിൽ പറയുന്നുണ്ട്.
ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് റിഫ്ലക്ട് ദി ഒബ്ജക്റ്റീവ്സ് സെറ്റ് ഔട്ട് ഇൻ ദി പ്രീംബിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് പ്രീംബിൾ തന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് പ്രീംബിൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് പൂരിപ്പിക്കാനാണ് പറയുന്നത്, ആ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് ഫീച്ചേഴ്സാണ് തന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രീംബിൾ എഴുതാനാണ് അടുത്ത കോളത്തിൽ പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ദി സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. ഒരു സ്റ്റേറ്റിന് ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഏതാണ് പ്രീംബിൾ? സെക്യുലാരിസ് ആണ് അല്ലേ. അടുത്തത്, ദി പീപ്പിൾ ഹാവ് സോവറിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ഏതാണ്? ഡെമോക്രസി. അടുത്തത്, ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആണ് ഏത്? റിപ്പബ്ലിക്. ദി പവർ ഓഫ് ദി സ്റ്റേറ്റ് ടു മേക്ക് ഡിസിഷൻ വിത്തൗട്ട് എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ്, അതാണ് ഏത്? സോവറിൻറ്റി. അടുത്തത്, റെഡ്യൂസസ് ഇനീക്വാലിറ്റീസ് ആൻഡ് എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്, അതാണ് എന്ത്? സോഷ്യലിസം. If we examine the history of the development of human society, constitution is considered to be product of modern age. അപ്പം നമ്മൾ ഹ്യൂമൻ സൊസൈറ്റിയുടെ വളർച്ചയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭരണഘടന എന്തായിട്ട് നമുക്ക് കാണാൻ കഴിയും? ആധുനിക കാലത്തിൻ്റെ ഫലമായിട്ട്, ആധുനിക കാലത്തിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. A powerful constitution is essential for the existence, smooth running and progress of modern state. അപ്പം ഒരു ശക്തമായ ഭരണഘടന എന്തിനൊക്കെ അത്യാവശ്യമാണ്? ആധുനിക രാജ്യങ്ങളുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ അതിൻ്റെ സുഗമമായിട്ടുള്ള ഭരണത്തിനും അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കൊക്കെ എന്ത് അത്യാവശ്യമാണ്? ഒരു പവർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ശക്തമായ ഭരണഘടന അത്യാവശ്യമാണ്. ദി ഫങ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ ബേസിക് ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് ഹെൽപ്പിംഗ് നേഷൻ ബിൽഡിംഗ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാന പ്രവർത്തനം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ് എ ബേസിക് ലീഗൽ ഫ്രെയിംവർക്ക്, അതായത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമ രൂപരേഖ നൽകുക എന്നുള്ളതാണ് എന്തിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദി ഡ്രീംസ് ആൻഡ് ഹോപ്പ് ഓഫ് ദി നേഷൻ ആർ റിലീസ്ഡ് ഓൺലി വെൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫോളോഡ് പ്രോപ്പർലി. അപ്പോൾ ഒരു ഭരണഘടന ശരിയായി പാലിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ സഫലമാകുന്നത്. ദി പ്രീംബിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. അപ്പോൾ ഭരണഘടനയുടെ പ്രമേയം എന്ന് പറയുന്നത് ഭരണഘടന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി പ്രീംബിൾ സ്റ്റേറ്റ്സ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളെയാണ് എന്തിൽ പറയുന്നത്? പ്രീംബിളിൽ പറയുന്നത്. ദി ഡിറ്റർമിനേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ ഈസ് ഫിൽഡ് ഇൻ ദി പ്രീംബിൾ ദി സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇന്ത്യക്കാരുടെ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢനിശ്ചയം, ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ദൃഢനിശ്ചയം ഭരണഘടനയുടെ ആത്മാവായ പ്രമേയത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈവൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഏബിൾ ടു സർവൈവ് വിത്ത് ദി സെയിം സ്ട്രെങ്ത് ടിൽ ഡേറ്റ്. അപ്പം ഇത് രൂപീകരിച്ച് നിരവധി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളുടെ ഭരണഘടന ഇന്ന് വരെ അതേ ശക്തിയോടെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായി നമുക്ക് കണക്കാക്കാം.